Hello guys, welcome back to Codeuniq. ഇന്നത്തെ വീഡിയോ ഇതിന് ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോ ആയിട്ട് സിമിലർ ആയിട്ട് വരുന്ന വീഡിയോ ആണ്. അതായത് ഈ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും കണ്ടുവരുന്ന ഒരു ആഡാണ്. ടൈപ്പാഡ് X2 നോച്ച് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നൊരു ഫോണ് നമുക്ക് 4499 രൂപയ്ക്ക് ലഭ്യമാവുമെന്ന് പറഞ്ഞിട്ട് ഒരു ആഡ്. അപ്പോൾ ഇതിന് മുന്നേ ഏകദേശം ഒരു മാസം മുന്നേ ക്രിപ്റ്റൺ X2 എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ക്രിപ്റ്റൻ്റെ കുറേ മൊബൈൽസ് ezeephone എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വെച്ചിട്ട് ഫ്ലാഗ് ഫെയിൽഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടി. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ വെബ്സൈറ്റ് വന്നേക്കാണ് mynotchphone.online എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റ് കയറി നോക്കിയാൽ കാണാം നമ്മളിപ്പോൾ കണ്ടേക്കുന്ന പ്രൈസ് ആയിരിക്കില്ല അതിനകത്ത് കയറുമ്പോൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ യൂട്യൂബ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് തുറന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആഡ് കണ്ടു. അപ്പോൾ നോക്കുമ്പോൾ 4499 രൂപ. ഞാൻ ഈ ആഡ് ക്ലിക്ക് ചെയ്തു. ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വെബ്സൈറ്റിലോട്ട് പോകും. അതിൻ്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ 4499 ഉണ്ടായിരുന്നതിന് പകരം 4299 ആയിരിക്കും നമ്മൾ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബൈ നൗ ഓപ്ഷനൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ പിൻകോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പിൻകോഡ് അടിച്ചാലും COD അവൈലബിൾ എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കയറി ബുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം അവർക്ക് സബ്മിറ്റ് ആവും. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡാറ്റാസ് മൊത്തം അവരുടെ ഡാറ്റാബേസിലേക്ക് സ്റ്റോറായി. ഇനിയാണ് നമുക്ക് അവർ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഫോൺ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ യൂസ് ചെയ്യുമ്പം ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ഡീറ്റെയിൽ മാത്രം കൊടുത്താൽ മതിയാവും. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കയ്യിൽ ഫോൺ കിട്ടുമ്പം അല്ലെങ്കിൽ നമുക്ക് എന്താണോ പർച്ചേസ് ചെയ്യുന്നത് സാധനം നമുക്ക് കൈ കിട്ടുമ്പം നമുക്ക് പൈസ കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഒരു COD ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷേ നമ്മളിത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് മൊത്തം അവർ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കായിരിക്കും. അപ്പോൾ ഇവിടെ അവർ പറയുന്നത് ഈ 4499 പിന്നെയും ഒരു ഓഫർ തരും 2499 രൂപ, അതുപോലെ തന്നെ 2500 രൂപ. പല സമയത്തും പല പ്രൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു ഫ്ലാഗ് ഫെയിൽഷിപ്പാണ്. നമ്മുടെ ഡാറ്റാസ് മൊത്തം അവരെടുക്കും. എന്നിട്ട് അവർ കാണിക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കൊറോണയാണ്. ഇപ്പോൾ COVID-19 സിറ്റുവേഷൻ കാരണം അവരുടെ സെല്ലേഴ്സിന് നമ്മുടെ അടുത്ത് വന്നിട്ട് പൈസ മേടിക്കാനോ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് സാധനം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ അവസാനം ഒരു നോട്ടിഫിക്കേഷൻ പോലെ കാണിക്കും. അപ്പോൾ ഇവിടെയൊക്കെ സംഭവം ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡാറ്റ നമ്മുടെ സമ്മതത്തോടെ തന്നെ അവർ തട്ടിയെടുക്കുന്നു. അപ്പോൾ ഇവർ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താ ഗുണം എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള ഈ ഡാറ്റാസ് ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൈമാറുക എന്നുണ്ടെങ്കിൽ അവരുടെ ഡാറ്റ മൈനിങ് റിസോഴ്സസ് വെച്ചിട്ട് അവരുടെ സെർച്ച് റിസൾട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോൺ മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൈസ് റേഞ്ച് എത്ര വേണം, ഈ പ്രൈസ് റേഞ്ചൊക്കെ വെച്ചിട്ട് അവർക്ക് അവരുടെ കസ്റ്റമൈസേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡാറ്റാസ് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് ഇങ്ങനത്തെ ഓരോന്ന് ഇതിൻ്റെ ബേസിലാണ്. നമ്മുടെ സെർച്ച് റിസൾട്ടിൻ്റെ ബേസിലാണ് ഗൂഗിൾ SEO ഒക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇതുപോലത്തെ ഉടായ്പകൾ നമ്മളിലേക്ക് എത്തിക്കുകയുള്ളൂ. പിന്നെ ഇതൊക്കെ ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഐഡിയാസ് ആണ്. അതായത് നമ്മൾ ഇങ്ങനെ പ്രൈസ് ചെയ്യേണ്ട ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കയറി ക്ലിക്ക് ചെയ്യും, നേരെ വെബ്സൈറ്റിലോട്ട് പോകും. ഇതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലുമൊക്കെ പേരോട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കയറുന്ന വഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എല്ലാ ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്ന രീതിയിലേക്ക് അവർക്കൊക്കെ അവരുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ലിങ്ക്സിലൊക്കെ കയറി നമ്മൾ കണ്ണടച്ച് ക്ലിക്ക് ചെയ്ത് കയറുമ്പം സ്വയം ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിമാൻഡ് വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും കുട്ടികൾക്കൊക്കെ ക്ലാസ്സുകൾ നടത്തുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിലാണ്. എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഫ്രം ഹോമാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. കുറച്ച് ആൾക്കാർ മാത്രമേ കമ്പനിയിലൊക്കെ അല്ലെങ്കിൽ ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകമായിട്ട് ലൈഫിൽ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഓഫേഴ്സ്, ചെറിയ പ്രൈസിന് മൊബൈൽ ഫോൺസ് കാണുമ്പോൾ എല്ലാവരും ക്ലിക്ക് ചെയ്യും, ബൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു അവെയർ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കാണുമ്പോൾ തന്നെ നേരെ പേയ്മെൻറ്റ് കൊടുത്ത് അവർക്ക് പൈസ കിട്ടും. ഇതുപോലെ തന്നെ ഇതിന് മുന്നേ വന്നൊരു ആഡായിരുന്നു ക്രിപ്റ്റൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ വരുന്ന ഓരോ കാര്യങ്ങൾ എന്താണ്, നമ്മളിങ്ങനെയുള്ള ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ വീഡിയോ ചെയ്തപ്പം കുറേ പേര് എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചത്, അതുപോലെ തന്നെ പേഴ്സണലി ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇതുപോലുള്ള ആഡുകൾ പ്രൊമോട്ട് ചെയ്യുന്നത്. കാര്യം ഇതാണ്, ഇപ്പോൾ യൂട്യൂബിനകത്ത് കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോട്ടുകളാണ്. അതായത് ഓരോ ടാസ്ക് ഓരോ ബോട്ടിന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരാളുടെ യൂട്യൂബ് വീഡിയോ കാണുകയാണ്. നമ്മളിപ്പോൾ ഒരാളുടെ യൂട്യൂബ് വീഡിയോ കാണുന്ന സമയത്ത് അത് ഓർഗാനിക് വ്യൂ ആണോ അൺഓർഗാനിക് വ്യൂ ആണെന്ന് യൂട്യൂബ് ബോട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ സബ് ചെയ്യുമ്പം, അതുപോലെ തന്നെ ഒരാളുടെ കമൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ സ്പാമായിട്ട് മൂവ് ചെയ്ത് കളയാൻ യൂട്യൂബ് ബോട്ടിന് പറ്റും. അപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു ആഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ആഡ് ഞാൻ യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്തു. യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആഡ് വെരിഫൈ ചെയ്യും. ആഡ് വെരിഫൈ ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സ് ആയിരിക്കില്ല, അത് ഓൾമോസ്റ്റ് ബോട്ടുകളായിരിക്കും വർക്ക് ചെയ്യുന്നത്.
അവർക്ക് ഈ ആഡിനെ പറ്റി വലിയ ധാരണയൊന്നും വേണ്ട. അതായത് യൂട്യൂബ് ബോട്ട് എന്ന് പറയുന്നത് AI ബേസിൽ വർക്ക് ചെയ്യുന്നൊരു സംഭവമായിരിക്കും. അപ്പോൾ നമ്മളൊരു ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അതുപോലെ അത് ചെയ്തോളും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ആഡ്സൊക്കെ പെയ്ഡ് ആഡായിരിക്കും. അപ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ആഡ് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കും. അപ്പോൾ ഈ ആഡ് നമ്മൾ എത്രത്തോളം റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് പെട്ടെന്ന് അത് കൺട്രോൾ ചെയ്യാൻ നിർബന്ധമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഹ്യൂമൻ അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ബോട്ടുകളായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഹ്യൂമൻ ബീങ്സിൻ്റെ കെയറിൽ നടക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആഡുകൾ പെട്ടെന്ന് ക്ലിക്ക് ആവുന്നതും. ഇപ്പോൾ ഒരാൾക്ക് ആഡ് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആ ലിങ്കിൽ കയറി, അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ കൂടി, ഈ ഇംപ്രഷൻ കൂടി. അപ്പോൾ ഇംപ്രഷൻ കൂടുന്നതനുസരിച്ച് ഓരോരുത്തരിലേക്ക് ഈ ആഡ് സജഷൻ പോകും. അതുമാത്രമല്ല പെയ്ഡ് ആഡ് ആയതുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് വ്യൂ കിട്ടും. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടുതൽ കാണുന്നവർക്ക് കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്രിപ്റ്റൻ ഫോൺ ബുക്ക് ചെയ്തിട്ട് ഓരോരുത്തർക്ക് കിട്ടിയ ഫോൺ കണ്ടത് നിങ്ങളൊക്കെ കണ്ണ് തള്ളി പോകുന്ന രീതിയിൽ കുറേ ഫോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ വീഴാതിരിക്കട്ടെ. താങ്ക് യു ഗൈസ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.